ഉം. നിങ്ങളൊരു വലിയ സ്റ്റേജിന്റെ കാർട്ടൻ പിന്നിൽ നിൽക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇനി ഒരു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്യപ്പെടും. ആ ഒരു സമയത്ത് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുമല്ലേ? കൈപ്പത്തികളൊക്കെ വിയർക്കും. അതെ അതെ, തൊണ്ട വല്ലാതെ ഡ്രൈ ആവുകയും ചെയ്യും. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും വളരെ ഫെമിലിയറായ ഒരു ഫീലിംഗ് ആണിത് ശരിക്കും. കറക്റ്റ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അതൊരു വലിയ നൈറ്റ്മെയർ ആണ്. യെസ്. അപ്പോൾ ഈ ഒരു ഇൻഡെപ്ത് ഡിസ്കഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് മെറ്റീരിയൽ ദ സ്പീക്കേഴ്സ് ഷീൽഡ് സ്ട്രാറ്റജീസ് ഫോർ ഓവർകമ്മിങ് സ്റ്റേജ് ഫ്രൈറ്റ് എന്നതിലെ യൂണിറ്റ് 2 സമ്മറിയും അതിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുമാണ്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയ ഒരു മെറ്റീരിയലാണിത്, തീർച്ചയായും. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന നൈറ്റ്മെയറിനെ എങ്ങനെ കോൺഫിഡൻസ് ആക്കി മാറ്റാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് എക്സ്പേർട്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതെ, കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്നത് നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്നാണ്. എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയ സ്പീക്കറാണെങ്കിലും മൈക്ക് കയ്യിൽ കിട്ടുന്ന ആ ഒരു ആദ്യത്തെ നിമിഷത്തിൽ ചെറിയൊരു ടെൻഷൻ അവർക്കുമുണ്ടാവും. ശരിയാണ്, ആർക്കായാലും ആ ഒരു ഫീല് വരും. പക്ഷേ നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ നൽകുന്ന വളരെ പവർഫുള്ളായ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ എമൗണ്ട് ഓഫ് നെർവസ്നെസ് ശരിക്കും നമുക്ക് ആവശ്യമാണ് എന്നതാണ്. ഓ, അതൊരു മോശം കാര്യമല്ല അല്ലേ? അല്ല. ആ ഒരു ടെൻഷൻ നമ്മുടെ ബോഡിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ടാസ്കിലേക്ക് മൈൻഡിനെ കംപ്ലീറ്റായി ഫോക്കസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ മെക്കാനിസമാണ്. റൈറ്റ്. അപ്പോൾ പ്രശ്നം എപ്പോഴാണ് വരുന്നത്? പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ നെർവസ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ എക്സസീവ് ആകുമ്പോഴാണ്. അപ്പോഴാണ് അതൊരു ബാരിയറായി മാറുന്നത്. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ട. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പിന്നെ പ്രാക്ടീസ് എന്നിവയിലൂടെ ഈ നെർവസ്നെസ് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാം. യെസ്, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, നമ്മുടെ സോഴ്സ് മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഈ സ്റ്റേജ് ഫ്രൈറ്റിന്റെ ബേസിക് റീസൺ? എല്ലാവരും എന്തിനാണ് ഇതിനെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇതിന് വളരെ ക്ലിയർ ആയ ഒരു ആൻസർ മെറ്റീരിയൽ നൽകുന്നുണ്ട്. സ്റ്റേജ് ഫ്രൈറ്റ് എന്നത് ശരിക്കും ഒരു റിയൽ ഡേഞ്ചർ അല്ല, മറിച്ച് അതൊരു ഇമാജിൻഡ് ഫിയർ മാത്രമാണ്. ഇമാജിൻഡ് ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേടി. എക്സാക്ട്ലി. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ആ അൺഫാമിലിയർ ഓഡിയൻസ് മുഴുവൻ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. അവർ നമ്മുടെ ഓരോ തെറ്റുകളും ജഡ്ജ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു തോന്നല്. ആ ഒരു ചിന്തയാണ് ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു വാക്ക് തെറ്റിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ഇമാജിനേഷൻ, കോൺഫിഡന്റായി സ്പീച്ച് ഡെലിവർ ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നല്. അതെ, പക്ഷെ റിയാലിറ്റി അതല്ല. ആരും അവിടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് ഈ ലിസൺ ചെയ്യുന്ന നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം വരുന്നത്. ഇതെല്ലാം കേവലം മനസ്സിലെ ഒരു തോന്നൽ മാത്രമാണ്. കറക്റ്റ്. നിങ്ങളെ ഒരു സ്പീക്കറായിട്ട് ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യുബിളായി എന്തെങ്കിലും ആ ഒരു കൂട്ടം ആളുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന് മറ്റാരോ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം എപ്പോഴും ഓർക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരുത്തിയാൽ തന്നെ ഈ പറഞ്ഞ പേടിയുടെ പകുതി മാറും. ാമെന്ന് ഇതിലെ സമ്മറി ഫോക്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജിലെ നെർവസ്നെസ് മാറ്റാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ തന്നെയാണ്. ഈ ഓഡിയൻസിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ നിങ്ങളുടെ ഐഡിയാസ് വളരെ ലോജിക്കലായി ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം അഡ്വാൻസ് ആയി പ്രിപ്പയർ ചെയ്യണം. അഡ്വാൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പോയിന്റ് അപ്പിയറൻസുമായി ബന്ധപ്പെട്ടതാണ്. വളരെ കംഫർട്ടബിളായ ക്ലോത്ത്സ്, അതുപോലെ ഫുഡ്വെയർ എന്നിവ ധരിക്കണമെന്ന് ഗൈഡ് പറയുന്നുണ്ട്. തീർച്ചയായും. കാരണം നമ്മൾ ഫിസിക്കലി അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവും. അതെ. പിന്നെ ഒരു പവർഫുൾ ഓപ്പണിംഗിലൂടെ ഓഡിയൻസുമായി പെട്ടെന്ന് കണക്ഷൻ ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ് ദി യൂസ് ഓഫ് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് മാനേജ് ചെയ്യുന്നതിന്റെ ഒരു ട്രിക്ക് ഇതിൽ പറയുന്നുണ്ട്. ആളുകളെ നോക്കി സംസാരിക്കണമെന്ന് എല്ലാവരും പറയും, പക്ഷെ അത് ചിലപ്പോൾ പേടി കൂട്ടില്ലേ? കറക്റ്റ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആളുകളെ നേരിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം റൂമിലെ അവസാനത്തെ വരിയിലേക്ക്, അതായത് ലാസ്റ്റ് റോയിലേക്ക് നോക്കുക. അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ റൂമിലൂടെ സാവധാന നോട്ടം പാൻ ചെയ്യുക അല്ലേ? എക്സാക്ട്ലി. അങ്ങനെ പാൻ ചെയ്യുമ്പോൾ ഇതൊരു ഡിസ്ട്രാക്റ്റിംഗ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
എന്നാൽ ഓഡിയൻസിന് തോന്നും നമ്മൾ അവരെ നോക്കിയാണ് സംസാരിക്കുന്നതെന്ന്. അതൊരു കിടിലൻ സ്ട്രാറ്റജിയാണ്. ഇനി പ്രസന്റേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ടെൻഷൻ റിലീവ് ചെയ്യാൻ കുറച്ച് പ്രീ പ്രസന്റേഷൻ ടിപ്സ് ഗൈഡിലുണ്ട്. നേരത്തെ എത്തി റൂമുമായി ഒന്ന് ഫെമിലിയർ ആകുക, ഫ്രഷ് എയർ കിട്ടാൻ പുറത്തുപോയി ഒന്ന് നടക്കുക. പിന്നെ ഡീപ്പ് ബ്രീതിങ് ചെയ്യുന്നതും വെള്ളം കുടിക്കുന്നതും ബോഡിയെ റിലാക്സ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അതെ, പിന്നെ ടൈം ലിമിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളും സ്റ്റേജിൽ സംഭവിക്കാം. ഉദാഹരണത്തിന് ടെക്നിക്കലായ പ്രശ്നങ്ങൾ. അതെ. ഇപ്പോൾ നമുക്ക് Q&A സെക്ഷനിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു കമ്പ്യൂട്ടർ ക്രാഷ് നിങ്ങളുടെ പ്രസന്റേഷനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ എക്സ്പേർട്ട് ഇതിനൊരു സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ നൽകുന്നുണ്ട്. എപ്പോഴും മൾട്ടിപ്പിൾ ബാക്കപ്പ് കരുതുക എന്നതാണ് ഏറ്റവും സേഫായ വഴി. അതായത് പ്രസന്റേഷൻ ലാപ്ടോപ്പിൽ മാത്രം പോരാ. അതെ, ലാപ്ടോപ്പിലും പിന്നെ ഒരു പെൻഡ്രൈവിലും നിർബന്ധമായും സേവ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് തന്നെ അതൊന്ന് ഇമെയിൽ ചെയ്യുന്നതും വളരെ വൈസായ ഒരു കാര്യമാണ്. അപ്പോൾ സിസ്റ്റം കേടായാലും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. യെസ്. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനൊരു അസിസ്റ്റന്റിനെ നിർത്തുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ സിസ്റ്റം ക്രാഷ് ആയാൽ പോലും നിങ്ങൾക്ക് ഫ്ലോ നഷ്ടപ്പെടാതെ കണ്ടിന്യൂ ചെയ്യാം. വെരി ട്രൂ. ഇനി നമുക്ക് ഈ ഫിസിക്കൽ സ്റ്റേജുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഗൈഡിലെ സമ്മറിയിലും Q&Aയിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നുണ്ട്. അതെ, കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഓഡിയൻസ് കൂടുതലും ഡിജിറ്റൽ സ്പേസിലാണ്. ഡിജിറ്റൽ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ പ്രസൻസ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അവിടെ ക്യാമറയാണ് നിങ്ങളുടെ ഓഡിയൻസ്. അതെ, അതുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കുന്നതിന് പകരം ലെൻസിലേക്ക് നോക്കി കോൺഫിഡൻ്റായി സംസാരിക്കാൻ പഠിക്കണം. ഇതിനൊരു സ്ട്രാറ്റജി യൂട്യൂബ് അതുപോലെ ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്വയം റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. സ്വന്തം പെർഫോമൻസ് കണ്ട് ഇംപ്രൂവ് ചെയ്യല്ലേ? എക്സാക്ട്ലി. അതുപോലെ മറ്റു മികച്ച പ്രസന്റേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും വലിയൊരു പാഠമാണ്. ദിസ് റൈസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ സോഴ്സിലെ മൂന്നാമത്തെ ചോദ്യം ലൈവ് സ്ട്രീമിംഗിന്റെ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. വെറുതെ ഒരു വീഡിയോ റെക്കോർഡിംഗിന് പകരം ലൈവ് സ്ട്രീമിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിലെ ലൈവ് സ്ട്രീമിംഗ് വളരെ പ്രധാനമാണ്. കാരണം റിയൽ ടൈമിൽ ഓഡിയൻസുമായി എൻഗേജ് ചെയ്യാനും അവരുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനും അത് നമ്മളെ സഹായിക്കും. ലൈവ് ആകുമ്പോൾ ആളുകൾ അപ്പോൾ കമന്റ് ചെയ്യുമല്ലോ. അതാണിതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ലഭിക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ അഡാപ്റ്റബിൾ ആകാനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ഓഡിയൻസുമായി റാപ്പോ ഉണ്ടാക്കാനും സാധിക്കും. ശരിക്കും നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് കവർ ചെയ്തു. ഫിസിക്കൽ സ്റ്റേജിലെ പ്രിപ്പറേഷൻ, ബാക്കപ്പ് പ്ലാനുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ലൈവ് സ്ട്രീമിംഗ് എല്ലാം. അതെ, എല്ലാം വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? ഈ ഇൻഫർമേഷൻ മുഴുവൻ നമുക്കൊന്ന് സമന്വയിപ്പിക്കാൻ ശ്രമിക്കാം. അതായത് എങ്ങനെയാണ് സ്പീക്കിംഗ് സമയത്ത് നെർവസ്നെസ് മറികടക്കുന്നത് എന്നൊരു പാരഗ്രാഫ് ചോദ്യത്തിന് എന്താണ് ഒരു ഓൾ ഇൻ വൺ ഉത്തരം? ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, നമുക്കിങ്ങനെ പറയാം, നെർവസ്നെസ് എന്നത് പ്രിപ്പറേഷൻ പിന്നെ പ്രാക്ടീസ് എന്നിവയിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതെ. ഒന്നാമതായി അഡ്വാൻസായി പ്രിപ്പയർ ചെയ്യുക, എക്യുപ്മെന്റ്സുമായി ഫെമിലിയർ ആവുക, ഐ കോണ്ടാക്ട് വളരെ സ്മാർട്ടായി മാനേജ് ചെയ്യുക. പിന്നെ ടെക്നിക്കൽ ബാക്കപ്പുകൾ എപ്പോഴും കരുതുക. ഡിജിറ്റൽ ആണെങ്കിൽ റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ലൈവ് സ്ട്രീമിംഗ് വഴി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. കറക്റ്റ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഭയം മാറി കോൺഫിഡൻസ് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. സ്റ്റേജ് ഫ്രൈറ്റ് എന്നത് ഒരിക്കലും ഫെയ്റ്റലായ ഒരു കാര്യമല്ല. അതൊരു നാച്ചുറൽ ഹ്യൂമൻ റിയാക്ഷനാണ്. തീർച്ചയായും. നമ്മൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനനുസരിച്ച് ഈ നെർവസ്നെസ് താനേ കുറഞ്ഞു വരും എന്നതാണ് സത്യം. അതെ. അപ്പം നമ്മൾ ഈ ഇൻഡെപ്റ്റ് ഡിസ്കഷന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ട്രാറ്റജീസും ഡിസ്കഷനും നിങ്ങളുടെ അടുത്ത പ്രസന്റേഷൻ കുറച്ചുകൂടി കോൺഫിഡൻ്റായി ഫേസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും. കൃത്യമായ പ്രിപ്പറേഷനും ആ ഒരു മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നെർവസ്നെസ് എന്നത് വളരെ ഈസിയായി മാനേജബിളായ ഒന്നാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. യെസ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഞാനൊരു പ്രൊവോക്കേറ്റീവ് തോട്ട് നൽകാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ നെർവസ്നെസ് ശരിക്കും നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഈ ലോകത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു നാച്ചുറൽ അലാമാണെങ്കിലോ? അതൊരു നല്ല ചിന്തയാണ്. അതെ. ആ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ബോഡി ഇത്രയും എനർജി പുറപ്പെടുവിക്കുന്നത്. എങ്കിൽ ആ ഒരു ടെൻഷൻ എനർജിയെ നിങ്ങൾക്കെങ്ങനെ ഭയത്തിന് പകരം
പാഷനായി കൺവേർട്ട് ചെയ്യാമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഷിഫ്റ്റ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റൈലിനെ തന്നെ മാറ്റിയേക്കാം. വരും ദിവസങ്ങളിൽ ആ എനർജിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.